بسم الله الرحمن الرحيم لو كنت أعلم أني ما أوقره كتمت سرا بدا لي منه بالكتم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ബുർദ പഠന ക്ലാസ് 6-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായ കാര്യങ്ങൾ പറയുവാനും കേൾക്കുവാനും നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ശരീരത്തെ അഭിസംബോധകൻ്റെ സ്ഥാനത്ത് നിർത്തി ശരീരത്തോട് ചില ഉപദേശങ്ങൾ നൽകുകയും ആ ശരീരത്തെ നിയന്ത്രിക്കാൻ ആവശ്യമായ കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗത്താണ് നാം ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് പറഞ്ഞു, ولا أعدت من الفعل الجميل قرا ضيف ألم برأسي غير محتشم ولا أعدت ആ ശരീരം ഒരുക്കി വെച്ചിട്ടില്ല മിനൽ ഫിഇലിൽ ജമീലി ഖിറ ലൈഫിൻ ഗസ്റ്റിനെ സ്വീകരിക്കാൻ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ആ ശരീരം തയ്യാറെടുത്തിട്ടില്ല. വല അഅദ്ദത്ത് പറഞ്ഞാൽ ആ ശരീരം തയ്യാറായിട്ടില്ല, ഉദ്ദേശം ഞാൻ തയ്യാറാക്കിയിട്ടില്ല. അലമ്മ ആ ഗസ്റ്റ് ഇറങ്ങിയിരിക്കുന്നു ബിറൈസി എൻ്റെ തലയിൽ വേറെ മുത്തശ്ശമി ലജ്ജയില്ലാതെ. അപ്പോൾ നര വന്ന സ്ഥിതിക്ക്, താടിയിലും തലയിലും നര വന്ന സ്ഥിതിക്ക് അത് മരണത്തിൻ്റെ മുന്നറിയിപ്പുകാരനാണെന്ന് മനസ്സിലാക്കി മരണത്തെ സ്വീകരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തിക്കൊണ്ട് ഇബാദത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് കുറ്റങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുകയാണ് ഞാൻ ചെയ്യേണ്ടത്. പക്ഷേ ശരീരം ആ നിലക്ക് ഒരുങ്ങിയിട്ടില്ല എന്ന് അവിടുന്ന് വിനയം പറയുകയാണ്. മഹാനവറുകൾ അമലുകളൊന്നും ചെയ്യാത്തത് കൊണ്ടല്ല, അവിടുന്ന് വിനയം പ്രകടിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ലൗ കുന്തു അഅലമു അന്നീ മാ ഉവഖിറുഹു, ഞാൻ ആ നരയെ ബഹുമാനിക്കുകയില്ല എന്ന് ഞാൻ അറിയുകയാണെങ്കിൽ കതംതു, ഞാൻ മറച്ചിരുന്നു, സിറൻ രഹസ്യത്തെ, ബദാലി അതെനിക്ക് വെളിവായിരിക്കുന്നു, ബിൽ കതമി ചായം കൊണ്ട്. കത്തമു എന്ന് പറഞ്ഞാൽ ചായം കൊടുക്കുന്നൊരു ചെടിക്കാ പറയാം. ആ ചെടിയുടെ ചായം എടുത്തിട്ടാണ് ചായം ഉപയോഗിക്കൽ. ഇവിടെ ഉദ്ദേശം അതിൻ്റെ ചെടി കൊണ്ടുണ്ടാക്കുന്ന ചായം. ആ ചായം കൊണ്ട് ഞാൻ ശരീരത്തിൽ വന്ന നര മറക്കുമായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ മഹാനവകൾ പറയുന്നത്, ഞാൻ എൻ്റെ നരയെ ബഹുമാനിക്കുകയാണ്. എന്തെങ്കിലും ചായം കൊടുത്തിട്ട് ആ നര മറക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. ആ നര ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കുകയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് അവിടുന്ന് പറയുകയാണ്. താടിയോ മുടിയോ നരച്ചാൽ അതിന് ചുവന്ന ചായം, മൈലാഞ്ചി കൊണ്ട് ചായം കൊടുക്കൽ സുന്നത്താണ്. അതിന് തെറ്റൊന്നുമില്ല, ശീല സുന്നത്താണ്. കറുപ്പ് കൊണ്ടാവുമ്പോൾ അത് ഹറാമുമാണ്. എന്നാൽ മഹാനവകൾ പറയുന്നത് ഇതാണ്, ഞാൻ ആ നര മനസ്സിലാക്കി അതിനെ ബഹുമാനിച്ച് അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനാണ് ഞാൻ തയ്യാറെടുക്കുന്നത് എന്ന് അവിടുന്ന് പറയുകയാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം, ലൗ കുന്തു ഞാൻ ആയിരുന്നെങ്കിൽ, അയലമു അറിഞ്ഞിരുന്നുവെങ്കിൽ, അന്നീ മാ ഉവഖിറു ഞാൻ ആ നരയെ ബഹുമാനിക്കുന്നില്ല എന്ന് അറിയുന്നെങ്കിൽ, കതംതു ഞാൻ മറക്കുമായിരുന്നു, സിറൻ രഹസ്യത്തെ, ബദാലി എനിക്ക് വെളിവായതായ, തലയിൽ വെളിവായതായ, താടിയിൽ വെളിവായതായ, ബിൽ കതമി ചായം കൊണ്ട് മറക്കുമായിരുന്നു. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, മല്ലി ബിറദ്ദി ജീമാഹിം മിൻ ഗവായതിഹാ കമാ യുറദ്ദു ജീമാഉൽ ഖൈലി ബില്ലുജുമി. മല്ലി എനിക്കാരാണ്, ബിറദ്ദി ജിമാഇൻ ധിക്കാരത്തെ തടയിടൽ കൊണ്ട്, മിൻ ഗവായതിഹാ ആ ശരീരത്തിൻ്റെ
ദുർമാർഗത്തിനാലുള്ള ധിക്കാരത്തെ തടയിടൽ കൊണ്ട് കമായുറദ്ദു ജിമാഉൽ ഖൈലി കുതിരയുടെ മോട്ടിനെ കുതിരയുടെ ധിക്കാരത്തിനെ തടയിടപ്പെടും പോലെ ബില്ലുജുമി കടിഞ്ഞാണങ്ങളെ കൊണ്ട് തടയിടപ്പെടും പോലെ. അഥവാ മഹാനവർ ഉദ്ദേശിക്കുന്നത് ഈ ശരീരം തെറ്റിലേക്ക് വൈതുമ്പോൾ, ശരീരം തോന്നിവാസത്തിലേക്ക് അകപ്പെടുമ്പോൾ, ദുർമാർഗത്തിലകപ്പെടുമ്പോൾ ആ ശരീരത്തെ ആരാണ് നിയന്ത്രിക്കാനുള്ളത്? ഭൗതികമായ വസ്തുക്കളെ നമുക്ക് വാഹനമാണെങ്കിൽ ബ്രേക്കിട്ട് നിയന്ത്രിക്കാം, മൃഗങ്ങളാണെങ്കിൽ കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കാം, മറ്റു വസ്തുക്കളാണെങ്കിൽ കെട്ടിട്ട് നിയന്ത്രിക്കാം. എന്നാൽ ഈ ശരീരം അത് തെറ്റായ വഴിയിലേക്ക് സഞ്ചരിച്ചാൽ, അത് അലക്ഷ്യമായി പോയാൽ, അത് വഴിതെറ്റിപ്പോയാൽ അതിനെ ആരാണ് നിയന്ത്രിക്കാനുള്ളത്? ആരാണ് അതിനെ തടയിടാനുള്ളത്? അത് അള്ളാഹു തടയിട്ട് തരണം. നാം നിയന്ത്രിച്ച് നാം സ്വയം അതിനെ നിയന്ത്രണ വിധേയമാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ദുർമാർഗത്തിൽ നിന്ന് തടയിടാൻ കഴിയുകയുള്ളൂ എന്ന് മഹാനവറുകൾ പറയുകയാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം മൻ ആരാണ് ലിയനിക്ക് ബിറദ്ദി ജിമാഇൻ ധിക്കാരത്തെ തടയിടൽ കൊണ്ട് മിൻ ഖവായത്തിഹ ആ ശരീരത്തിൻ്റെ ദുർനടപടികളിൽ നിന്ന് കമായുറദ്ദു ജിമാഉൽ ഖൈലി കുതിരയുടെ ധിക്കാരത്തെ തടയിടപ്പെടും പോലെ ബില്ലു ജുമി കടിഞ്ഞാണം കൊണ്ട്. പിന്നെ പറയാണ് ഫലാ തറും ബിൽ മആസി കസ്റ ശഹവതിഹാ ഇന്ന ത്വആമ യുഖൗ ബിശഹവതൻ നഹിമി. ഫലാ തറും നീ തേടണ്ട ബിൽ മആസി ദോഷങ്ങളെ കൊണ്ട് കസ്റ ശഹവതിഹാ ആ ദോഷത്തിൻ്റെ താല്പര്യത്തെ പൊട്ടിക്കാമെന്ന്, അതിനെ നിർത്തലാക്കാമെന്ന് നീ കരുതണ്ട. ഇന്ന ത്വആമ ഭക്ഷണം യുഖവ്യത് ശക്തിപ്പെടുത്തും ശഹ്വത്തൻ നഹിമി ഭോജനപ്രിയൻ്റെ താല്പര്യത്തെ അത് ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുക. അപ്പോൾ അവിടുന്ന് പറയുന്നത് ദോഷത്തിൽ മുഴുകിയ ആളുകൾ അവർ കരുതുക ഈ ദോഷത്തു നിന്ന് പിന്മാറാൻ കുറേ ദോഷം ചെയ്തിട്ട് ആ ദോഷത്തിൻ്റെ താല്പര്യം കണ്ട് തീർന്നോളൂ, അങ്ങനെ ചെയ്താലോ എന്ന് കരുതിയിട്ട് കാര്യമില്ല. ഏത് ദോഷമാണെങ്കിലും അത് എത്ര കണ്ട് ചെയ്യുന്നോ അത്ര കണ്ട് അത് ചെയ്യാനുള്ള താല്പര്യം കൂടുക ചെയ്യുക. കള്ളു കുടിക്കുന്നവനിക്ക് വീണ്ടും വീണ്ടും കുടിക്കാനോ തോന്നുക. കുറേ കള്ളങ്ങോട്ട് കുടിച്ചിട്ട് കള്ളുകുടി നിർത്തിയാലോ നടക്കുന്ന കാര്യമില്ല. കുറേ വ്യഭിചരിച്ചിട്ട് വ്യഭിചാരം നിർത്തിയാലോ അങ്ങനെ കഴിയൂല. അത് ലഹരി ഉപയോഗമാണെങ്കിലും വ്യഭിചാരാണെങ്കിലും കള്ളുകുടിയാണെങ്കിലും എന്ത് തെറ്റാണെങ്കിലും അത് എത്ര കണ്ട് ചെയ്യുന്ന അത്രയും അതിന് തന്നെ താല്പര്യമായി അതിലായിട്ട് നശിക്കുകയാണ് പിന്നീട് ഉണ്ടാവുക. അതുകൊണ്ട് കുറേ ദോഷം ചെയ്തിട്ട് ദോഷത്തിൻ്റെ പൂതിയായിട്ട് കെടുത്തിക്കാളുക എന്ന് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. അതിന് ഉദാഹരണം പറയാണ്, ഒരു ഭോജനപ്രിയൻ തീറ്റക്കൊതിയൻ അവൻ കുറേ ഭക്ഷണം അങ്ങോട്ട് കഴിച്ചു. ഒരു ചെമ്പ് ബിരിയാണി കഴിച്ചിട്ട് ബിരിയാണിക്കുള്ള പൂതി ഒഴിവാക്കുക, ഒരു ചെമ്പ് പായസം കുടിച്ചിട്ട് പായസത്തിനുള്ള പൂതി ഒഴിവാക്കുക എന്ന് വിചാരിച്ചാൽ നടക്കുകയില്ല. അത് അതിനേക്കാൾ കൂടുതൽ കഴിക്കാനുള്ള ആഗ്രഹം വർദ്ധിപ്പിക്കുക ചെയ്യുകയുള്ളൂ എന്ന് മഹാനവറുകൾ പറയുകയാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഫലാത്തറും നീ തേടണ്ട ബിൽ മആസി ദോഷങ്ങളെ കൊണ്ട് കസ്റ ശഹ്വതിഹ അതിൻ്റെ താല്പര്യത്തെ നിർത്തലാക്കാം പൊട്ടിക്കാം എന്ന് കരുതണ്ട. ഇന്ന ത്വആമ ഭക്ഷണം യുഖവ്യ ശക്തിപ്പെടുത്തും ശഹ്വത്തൻ നഹിമി ഭോജനപ്രിയൻ്റെ താല്പര്യത്തെ അത് ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുക. അതുകൊണ്ട് ദോഷം നിർത്തലാക്കണമെങ്കിൽ നമ്മുടെ പൈശാചിക ചിന്ത ഒഴിവാക്കി നാം തന്നെ ദോഷത്തെ തൊട്ട് പിന്മാറണം. അത് മാത്രമേ അതിന് വഴിയുള്ളൂ. അല്ലാതെ കുറേ ആ ദോഷമാണ് ചെയ്തു വിട്ടാൽ ഇത് മാറിക്കിട്ടും എന്ന് മനസ്സിലാക്കണ്ട. പിന്നെ അവിടുന്ന് പറയുന്നു വന്നഫ്സു കത്തിഫിലി ഇൻ തുഹ്മിൽഹു ശബ്ബ അലാ ഹുബ്ബിർ റവാഇ വ ഇൻ തഫ്തിംഹു യൻഫതിമി. വന്നഫ്സു ശരീരം കത്തിഫിലി അത് കുട്ടിയെ പോലെയാണ്. ഇൻ തുഹ്മിൽഹു നീ അതിനെ അയച്ചുവിട്ടാൽ ഷബ്ബ അത് യുവാവാകും അല ഹുബ്ബിർ റവാഇ മുലകുടി പ്രിയത്തിൻ്റെ മേല്. ഇൻ തഫ്തിംഹു നീ അതിൻ്റെ മുലകുടി നിർത്തിയാലോ യൻഫതിമി മുലകുടി നിർത്തൽ സിദ്ധിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ശരീരം അഥവാ മനസ്സ് കൂടി ഉൾക്കൊള്ളുന്ന ഒരാശയാണ് അപ്പോൾ പറയുന്നതും. കാരണം മനസ്സെന്നുള്ള ഈ തെറ്റിനുള്ള താല്പര്യം വരില്ലേ, അത് നടപ്പിലാക്കി കൊടുക്കുന്ന പണിയാണല്ലോ ഈ അവയവങ്ങൾക്ക്. അപ്പോൾ മനസ്സിൽ നിന്ന് ഉദ്ഭൂതമാകുന്ന ഈ തെറ്റിനോടുള്ള താല്പര്യം, അതുപോലെ മനുഷ്യ ശരീരത്തിൻ്റെ അവസ്ഥ അത് കുട്ടികളുടെ അവസ്ഥ പോലെയാണ്. അതിനെങ്ങനെ അയച്ചു വിട്ടാൽ
ഞങ്ങളെങ്ങനെ അയച്ചു വിട്ട് പോയാൽ അതങ്ങനെ പോവും. ഏത് പ്രായത്തിലും പിന്നെ ആ തെറ്റ് ചെയ്തുകൊണ്ടും ആ കളവ് ചെയ്തുകൊണ്ടും ആ അനാവശ്യം ചെയ്തുകൊണ്ടും അതിങ്ങനെ മുന്നോട്ട് പോവുക ചെയ്യുക. ഇതുപോലെ കുട്ടികളെ മുലകുടി നിർത്തണില്ല എങ്കിൽ ആ കുട്ടി മുലകുടിക്കാനുള്ള പ്രായത്തോടുകൂടി ഇങ്ങനെ വലുതായി വരും. യുവാവായാലും അതേ ആഗ്രഹമായിരിക്കും. പക്ഷെ നിർത്തിയാൽ നിൽക്കും ചെയ്യും. എന്നതുപോലെ നമ്മൾ ദോഷങ്ങൾക്കും തെറ്റുകൾക്കൊക്കെ നമ്മൾ തടയിടണം, നമ്മൾ നിർത്തലാക്കണം. എങ്കിലേ അത് നിൽക്കുകയുള്ളൂ. അല്ല എങ്കിൽ പിന്നീട് അത് കൂടുതൽ അപകടപ്പെടുന്നതിലേക്കാണ് നീങ്ങുക എന്നാണ് മഹാനവർകൾ പറയുന്നത്. വന്നഫ്സു ശരീരം കത്തിഫിലി കുട്ടിയെ പോലെയാണ്. ഇൻ തുഹ്മിൽഹു അതിനെ നീ അയച്ചുവിട്ടാൽ മുടക്കാക്കിയാൽ ഷബ്ബ അത് യുവാവാകും അല ഹുബ്ബിറായി മലകുടി പ്രയത്തിൻ്റെ മേലിൽ. വൈൻ തഫ്തിംഹു എൻ്റെ മലകുടി നീ നിർത്തിയാൽ എം ഫത്തിമി അത് നിൽക്കൽ ഉടയതാവുകയും ചെയ്യും. പിന്നെ പറയുന്നു ഫസിരിഫ് ഇന്നൽ ഹവാ മാ തവല്ല ഇസ്മി ഔ യസ്മി. ഫസിരിഫ് ഹവാഹ ദേഹച്ചകളെ നീ ഒഴിവാക്കിക്കോ. വഹാദിർ നീ ഭയപ്പെട്ടോ അൻ തുവല്ലിയഹു ആ ശരീരത്തിൻ്റെ നിയന്ത്രണത്തെ ആ ദേഹച്ചക്ക് ഏൽപ്പിക്കലിനെ നീ ഭയപ്പെട്ടോ. ഇന്നൽ ഹവ ഈ ദേഹച്ച ശരീരത്തിൻ്റെ ഇച്ഛ മാത്രമല്ല അത് ഏറ്റെടുത്ത ഒന്നിനെ യുസ്മി അത് കൊന്നുകളയും, നശിപ്പിക്കും. ഔ യസ്മി അല്ലെങ്കിൽ ഐബാക്കും. മഹാനവർ ഉദ്ദേശിക്കുന്നത് ശരീരത്തിൻ്റെ നിയന്ത്രണം അത് ദേഹച്ചക്കാകരുത്. ശരീരം ഇച്ഛിക്കുന്നതും ആഗ്രഹിക്കുന്നതും അനുസരിച്ച് പ്രവർത്തിക്കാൻ പോകരുത്. അങ്ങനെ ആയാൽ അവൻ അതിലിങ്ങനെ അകപ്പെട്ടുകൊണ്ട് ലഹരിയോ മദ്യമോ വ്യഭിചാരമോ ഇനി അല്ലാത്ത ദോഷങ്ങളോ അതിൻ്റെയൊക്കെ അഡിക്റ്റായിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഓൻ്റെ താല്പര്യത്തിനനുസരിച്ച് ഓൻ അതൊക്കെ അങ്ങോട്ട് ചെയ്യാൻ മുതിർന്നാൽ അവസാനം അത് അവനെ നശിപ്പിക്കും. ആ കണ്ടില്ലേ, കമിതാക്കൾ തൂങ്ങി മരിച്ചു, കമിതാക്കൾ കാമുകിയെ വെട്ടിക്കൊന്നു, കാമുകനെ വെട്ടിക്കൊന്നു എന്നൊക്കെ നമ്മൾ കണ്ടില്ലേ. അതെന്താ? ശരീരത്താണ്ട് അയച്ചു വിട്ടിട്ട് ശരീരത്തിന് തോന്നിയതുപോലെ ആ അവൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പോയപ്പോൾ ആ ആഗ്രഹമത അവനെ കൊന്നു കളഞ്ഞു, അവനെ നശിപ്പിച്ചു കളഞ്ഞു. അല്ലെങ്കിൽ അവനെ അയ്ബാക്കും. പീഡന കേസിലോ ലഹരി കേസിലോ മാഫിയകളിലോ അകപ്പെട്ടുകൊണ്ട് അവൻ പോലീസും കേസും പ്രശ്നവും അറസ്റ്റും ഒക്കെ ആയിട്ട് അവൻ നേരിടേണ്ടി വരും. അപ്പം ആ തരത്തിൽ അവൻ്റെ ജീവിതം നശിച്ചു പോകും പിന്നീട്. അപ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ദേഹച്ചക്കനുസരിച്ച് ശരീരത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് ഹവൻ നഫ്സിനനുസരിച്ച് നീങ്ങിപ്പോകരുത്. അങ്ങനെ നീങ്ങിപ്പോയാൽ അതിൻ്റെ അന്ത്യം ഒന്നിരിക്കൽ നാശമായിരിക്കും, അല്ലെങ്കിൽ ഐബായിരിക്കും. ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് സൂക്ഷിക്കണം. ഫസ്രിഫ് ഹവാഹ ആ ദേഹച്ചകളെ ശരീരത്തിൻ്റെ ഇച്ഛയെ നീ തടയിട്ടോ. വഹാദിർ നീ ഭയപ്പെട്ടോ അൻ തുവല്ലിയഹു ആ ഹവക്ക് ശരീരത്തിൻ്റെ ഇച്ഛക്ക് നീ ശരീരത്തിൻ്റെ നിയന്ത്രണം ഏൽപ്പിക്കലിനെ നീ ഭയപ്പെട്ടോ, അത് ഏറ്റെടുക്കലിനെ നീ ഭയപ്പെട്ടോ. ഇന്നൽ ഹവാ ഈ ദേഹച്ച മാത്രമല്ല അത് ഏറ്റെടുത്ത ഒന്നിനെ യുസ്മി അത് നശിപ്പിക്കും, ഔ യസ്മി അല്ലെങ്കിൽ ഐബാക്കും എന്ന് മഹാനായ ബൂസരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നന്മകൾ ചെയ്യാനും തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് തുടർന്ന് 1-2 ക്ലാസ്സുകളും കൂടി കഴിഞ്ഞാൽ പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിലേക്ക് പ്രവേശിക്കുകയാണ്. വലം തുസുന്നത മൻ അഹിയല്ലമ ഇല അനിസ്തകത് ഖദമാഹുല്ലുറു മിൻ വറമി. അവിടെ നിന്ന് അങ്ങോട്ട് അവിടുത്തെ മദ്ഹിലേക്കും അവിടുത്തെ പ്രത്യേകതകളിലേക്കും അവിടുത്തെ ചരിത്രങ്ങളിലേക്കും അവിടുത്തെ മുഅ്ജിസത്തുകളിലേക്കുമൊക്കെ പ്രവേശിക്കുന്ന ഭാഗങ്ങളാണ് വരുന്നത്. ഇൻഷാ അല്ലാഹ് അതൊക്കെ പറയാനും കേൾക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറിൽ ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ. വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.